ക്രിപ്റ്റോ കറൻസി വിഭാഗത്തിലേക്ക് ഇന്ത്യൻ ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് ജിയോ ക്രിപ്റ്റോ കറൻസിയിലൂടെ. 2-3 ദിവസം മുൻപ് ജിയോ ലോഞ്ച് ചെയ്തപ്പോൾ വളരെയേറെ പ്രതീക്ഷകളാണ് ഈ ഒരു മേഖലയിൽ പലർക്കും ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ജിയോ കോയിൻ എന്നും അതല്ലെങ്കിൽ ജിയോ ക്രിപ്റ്റോ കോയിൻ എന്താണെന്നും എങ്ങനെ അത് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇതുവരെ എങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ജിയോ ക്രിപ്റ്റോ എന്നും എങ്ങനെ ഇതിനെ നമുക്ക് സ്വന്തമാക്കാമെന്നും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 4-in-1 കാർ ചാർജറാണ്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാർ ചാർജർ മറ്റുള്ള ചാർജറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വയറുകൾ നൂലാമാലകളായി തൂങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടുമാണ്. അതോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിലുള്ളതും നല്ല ഹൈ ക്വാളിറ്റിയുമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് മറ്റുള്ള ഓൺലൈൻ സൈറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് rapso.in വഴി വാങ്ങാൻ സാധിക്കും. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് തന്നെയായിരിക്കും 4-in-1 സെറ്റപ്പോട് കൂടിയ ഈ ഒരു ചാർജർ. ഐഫോണിനും ആൻഡ്രോയിഡ് ഫോണിനും ഒരേ സമയം ഇതിനെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ വാഹനമുള്ളവരിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ജിയോ ക്രിപ്റ്റോ കോയിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പലർക്കും അറിയാവുന്നതാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് അതിനൊന്ന് നമുക്ക് വിശദീകരിക്കാം. ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്. അഥവാ സാധാരണ കറൻസിയെ പോലെ ഫിസിക്കൽ കോയിനായിട്ടോ ഫിസിക്കൽ നോട്ടായിട്ടോ ഒന്നും നമുക്കിതിനെ ലഭിക്കുകയില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്ന് വിനിമയം നടത്തണമെങ്കിലും ഈ ഒരു കറൻസി ഉപയോഗിച്ച് നമുക്ക് വിനിമയം നടത്താനുള്ള ഒരു സെറ്റപ്പ് ഇനിയും നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടുമില്ല. പൂർണ്ണമായും ഡിജിറ്റലായി വിനിമയം നടത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. ബ്ലാക്ക് ചെയിൻ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വെർച്വൽ കറൻസി ആയിട്ടാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ വന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. 2009 ഇതിനെ ലോഞ്ച് ചെയ്തത്. അന്ന് നമുക്ക് ചെറിയൊരു തുകക്ക് വാങ്ങാൻ സാധിക്കുമെങ്കിലും ഇന്ന് വലിയ കൈവിറച്ച് കാശ് കൊണ്ടുപോയാലും വാങ്ങാൻ പറ്റാത്തൊരു നിലയിലേക്ക് ഇതിന്റെ മൂല്യം വർദ്ധിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ക്രിപ്റ്റോ കറൻസികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. വളരെ തുച്ഛമായ കാലം കൊണ്ട് തന്നെ വിപണിയിൽ പല മാറ്റങ്ങളാണ് ക്രിപ്റ്റോ കറൻസികൾ കൊണ്ടുവന്നത്. പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗത്തിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിയമവ്യവസ്ഥ ഇല്ല എന്നുള്ളതും കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രാതാവ് ഇതിനില്ല എന്നുള്ളതുമാണ് ക്രിപ്റ്റോ കറൻസിയുടെ പോരായ്മകൾ. എങ്കിലും ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് പല രീതിയിലുള്ള വിനിമയങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും മറ്റുള്ള ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ചാർജുകൾ വളരെ കുറഞ്ഞ രീതിയിലും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ക്രിപ്റ്റോ കറൻസികളുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഏകദേശം ക്രിപ്റ്റോ കറൻസി എന്താണെന്നതിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയായ അഥവാ ജിയോ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ജിയോ നമുക്കറിയാം, ടെലികോം രംഗത്ത് ഇന്ത്യയിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. മാത്രമല്ല 450+ മില്യൺ ആളുകൾ ഉപഭോക്താക്കളുള്ള ജിയോ ആണ് 2-3 ദിവസം മുൻപ് ഈ ഒരു കറൻസിയെ പരിചയപ്പെടുത്തിയത്. ഇനിയും ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും വിപണിയിൽ നല്ലൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗം ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിനെ ഏത് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഇതിനെ വാങ്ങാൻ സാധിക്കുക എന്നുള്ളതൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും ഇതുമായി നടത്തിയ പല പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിലയൻസുമായി ബന്ധപ്പെട്ട ഏതെല്ലാം രീതിയിലുള്ള വിനിമയങ്ങളുണ്ടോ അതല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള റിലയൻസിന്റെ പ്രൊഡക്റ്റുകളുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് റിലയൻസ് കോയിനുകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇല്ല എങ്കിലും റിലയൻസ് ഡിജിറ്റൽ, മൈജിയോ, റിലയൻസ് സിനിമ അതല്ലെങ്കിൽ റിലയൻസ് സ്മാർട്ട് അങ്ങനെ റിലയൻസുമായി ബന്ധപ്പെട്ട എല്ലാ മാർക്കറ്റുകളിലും ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റ് രംഗത്തുണ്ട്. ഇതുവരെ ലിസ്റ്റ് ചെയ്യാത്ത ഈ റിലയൻസ് കോയിൻ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതായിരിക്കും കൂടുതൽ ആളുകൾക്കും ഇപ്പോഴുള്ള ആശങ്ക. അതിനുള്ള ഉത്തരത്തിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിലയൻസിന്റെ ഡിജിറ്റൽ സേവനങ്ങളിലൂടെയാണ് നമുക്കിതിനെ സ്വന്തമാക്കാൻ സാധിക്കുക എന്നുള്ളൊരു സൂചനയാണ് റിലയൻസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഏറ്റവും പ്രാബല്യത്തിലുള്ള റിലയൻസിന്റെ ജിയോ കോയിനുകൾ മൈനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റിലയൻസിന്റെ ബ്രൗസറാണ്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ കോയിനുകൾ മൈനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കോലാറിലൊക്കെ നടത്തിയ സ്വർണ്ണഖനനം പോലെയുള്ള മൈനിങ് അല്ല, ഡിജിറ്റൽ രംഗത്തുള്ള മൈനിങ്. അഥവാ ഏതെങ്കിലും രീതിയിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതുമല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിലൂടെ ദിവസവും നമ്മൾ അതിന് സമയം ചിലവഴിക്കുക, അങ്ങനെയുള്ള പല രീതികളും ഇത്തരത്തിലുള്ള മൈനിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു മൈനിങ് പ്രോസസ്സ് തന്നെയാണ് റിലയൻസും മുൻപോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ എടുക്കുക, ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും. ഫോൺ എടുത്തതിന് ശേഷം
വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജിയോസ്ഫിയർ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ചെക്ക് മാർക്ക് എനേബിൾ ചെയ്തുകൊണ്ട് ഐ ആം റെഡി ടു ബ്രൗസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് ചില സ്ക്രീനുകൾ പോപ്പപ്പ് സ്ക്രീനുകൾ ഇതുപോലെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്ത് മുൻപോട്ട് പോയി അവസാനത്തെ സ്ക്രീനിൽ നിന്നും ഈ ഒരു ചെക്ക് മാർക്ക് എനേബിൾ ചെയ്ത് അഥവാ ടേംസ് ആൻഡ് കണ്ടീഷൻ എനേബിൾ ചെയ്തുകൊണ്ട് ഐ ആം റെഡി ടു ബ്രൗസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് സ്ക്രീനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്രൗസർ ആയതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. ഡോണ്ട് അലോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെയായി റെഡി ടു അൺലോക്ക് റവന്യൂ എന്നുള്ള ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷനിലൂടെയാണ് നമ്മൾ റിലയൻസ് കോയിനുകൾ സ്വന്തമാക്കാൻ പോകുന്നത്. അതിനുശേഷം സൈൻ ഇൻ ടു ഏൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറും OTPയും നൽകിക്കൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ നൽകുന്നതിന് പകരം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള നമ്പർ തന്നെ നൽകുക. മുൻപോട്ടുള്ള KYCകൾക്കൊക്കെ അത്തരത്തിൽ നൽകുന്നത് കൊണ്ട് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള നമ്പർ കൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുക. നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ നൽകി നമുക്ക് പിന്നീട് അതിൻ്റെ ഇൻ്റർഫേസ് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഓരോ ബ്രൗസിങ്ങിലൂടെയുമാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ജിയോയുടെ മറ്റു സേവനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ റിവാർഡുകളും ഇത്തരത്തിലുള്ള കോയിനായിട്ട് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. തിരിച്ച് പുറകോട്ട് പോകാം. അതിനുശേഷം വരുന്ന വിൻഡോയും പുറകോട്ട് പോയി നമുക്കിതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലായി ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ആഡ് ബ്ലോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നീല നിറത്തിൽ ഹൈലൈറ്റ് ആയി കാണുന്നത്. അത് സെലക്ട് ചെയ്തുകൊണ്ട് ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് ഗോറ്റ് എന്നുള്ളത് കൊടുത്ത് ആഡ് ബ്ലോക്ക്ഡ് പ്ലസ് എന്നുള്ള ഈ ഭാഗം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വിൻഡോയിൽ നിന്നും ടേൺ ഓഫ് ആഡ് ബ്ലോക്ക് എനിവേ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ബ്ലോക്ക് ഓഫ് ചെയ്ത് വെക്കുക. ആഡ് ബ്ലോക്ക് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ മൈനിങ് ചെയ്യാൻ സാധിക്കുകയില്ല. പരസ്യത്തിലൂടെ വരുന്ന റിവാർഡുകളാണ് നമുക്കിതിനെ ജിയോ കോയിനായിട്ട് കൺവേർട്ട് ആകുകയും അത് നമുക്ക് മൈനിങ് രീതിയിൽ മൈനിങ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ഒരു ബ്രൗസർ ഉപയോഗിക്കുന്നതിന് പകരം ജിയോയുടെ ഈ ഒരു ബ്രൗസർ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിരവധി കോയിനുകൾ ഏൺ ചെയ്യാൻ സാധിക്കും. സാധാരണ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ബ്രൗസറിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗൂഗിൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ സെർച്ച് എഞ്ചിനായി പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബ്രൗസറിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന എല്ലാ റിസൾട്ടുകളും ഈ ഒരു ബ്രൗസറിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ കോയിനുകളും മൈൻ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ നിങ്ങളുടെ ഡീഫോൾട്ട് ബ്രൗസറായിട്ടും സെറ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല ഒരു പ്രൈവറ്റ് ബ്രൗസറായിട്ടും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. മുകളിൽ കാണുന്ന ഷീൽഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VPN എനേബിൾ ചെയ്യാനും അതിനാവശ്യമായത് ഏൺ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇഗ്നോയിറ്റോ പോലെയുള്ള മറ്റുള്ള ബ്രൗസറിലൊക്കെ ലഭിക്കുന്ന അതേ ഫീച്ചർ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രവുമല്ല ഇൻബിൽഡ് ആയിട്ട് തന്നെ അതായത് ഡീഫോൾട്ട് ആയിട്ട് തന്നെ പല പ്രീസെറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡയറക്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ റിലയൻസിൻ്റെ മറ്റു സേവനങ്ങളും ഡിജിറ്റലായിട്ടുള്ള ഏതൊക്കെ സേവനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകളായിട്ട് റിലയൻസ് ക്രിപ്റ്റോ കോയിനുകൾ നമുക്ക് മൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിലയൻസിൻ്റെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി സ്വന്തമാക്കാൻ സാധിക്കുന്നത്. മറ്റു സാധാരണ രീതിയിൽ ബൈ ആൻഡ് സെല്ലിലൂടെ സ്വന്തമാക്കുന്ന രീതിയിൽ നമുക്ക് റിലയൻസ് കോയിനുകളെ ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിയുകയില്ല. കാരണം അതിനെ ഇനിയും ഒരു മാർക്കറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്റർനാഷണൽ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് തീർച്ചയായും ഇത് പ്രവേശിക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കാരണം റിലയൻസിൻ്റെ ഒരു കോയിൻ ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ഇതിനെ വികസിപ്പിക്കുന്നതിൽ കഠിനമായൊരു പ്രയത്നം അവരിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് ജിയോ ക്രിപ്റ്റോ എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ജിയോ കോയിനിൻ്റെ ഈ വിപ്ലവമെന്ന്. ബിറ്റ് കോയിനെ പോലെ തന്നെ പല രീതിയിലുള്ള ഉന്നതികളും ഇത് എത്തിച്ചേരുമെന്നാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. എന്തായാലും അങ്ങനെ ഒന്നാവട്ടെ എന്ന് നമുക്കൊന്ന് ആശിക്കാം. എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.